കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടഞ്ഞുകിടക്കുന്നതിൽ പ്രതിഷേധം ശക്തം. കംഫർട്ട് സ്റ്റേഷൻ റീത്ത് വെച്ച ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു. നിലമ്പൂർ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. ആ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ നിലമ്പൂർ നഗരസഭ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ആ അടച്ചുപൂട്ടിയ നഗരസഭയുടെ ഈ കംഫർട്ട് സ്റ്റേഷനിൽ ജനങ്ങളുടെ പ്രതിഷേധം എന്ന രീതിയിൽ ഒരു റീത്ത് ഞങ്ങളിവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. നിരവധിയായ യാത്രക്കാർ വന്നു പോകുന്ന ഒരിടമാണ് നിലമ്പൂരിലെ ബസ് സ്റ്റാൻഡ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കമുള്ള നിരവധി ആളുകൾ ദിവസവും വന്നു പോകുന്ന ഈ നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ഒരു പ്രാഥമിക കാര്യം നിർവഹിക്കാൻ പോലുമുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇന്ന് നിലമ്പൂരിലെ ഈ ബസ് സ്റ്റാൻഡിലില്ല. ഇത് നിലമ്പൂർ നഗരസഭ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം മറന്നുകൊണ്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇത് ഉടൻ തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. ഈ നഗരസഭ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇത് അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് അടച്ചുപൂട്ടിയിട്ട് മാസങ്ങളായി. ഇതുവരെ ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലും നിലമ്പൂർ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് ഇതോടെ ബുദ്ധിമുട്ടുന്നത്. കംഫർട്ട് സ്റ്റേഷൻ ഉടൻ തുറക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് അരുൺദാസ്, പി ദീപക്, റിയാസ് കാവാട്, ലെനിൻ സുരാജ്, പ്രണവ് ചക്കാലക്കുത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.